ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുണ്ടായ കാരണം, ഞാൻ കുറച്ചു മുന്നേ ഒരു ന്യൂസ് കേട്ടായിരുന്നേ. 8 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ഒരു വയോധിക പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കി എന്ന് കേട്ടെ. അപ്പൊ എനിക്ക് തോന്നി അതിനെതിരെ ചെറിയ രീതിയിലെങ്കിലും ഒന്ന് പ്രതിഷേധം ഉയർത്തണമെന്ന് തോന്നി. ഞാൻ അവരെ അമ്പലപ്പുഴയാണ് ഈ സംഭവം നടന്നേക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കിയത്. അവര് ഒരു 8 വയസ്സുകാരിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കി എന്ന് പറഞ്ഞാണ് ഞാൻ വായിച്ചത്. പുന്നപ്ര തെക്കേ പഞ്ചായത്ത് 14-ാം വാർഡ് പുതുവൽ ജ്യോതിയാണ് അറസ്റ്റിലായത്. ഇവരുടെ ജോലി എന്ന് പറയുന്നത്, നേരത്തെ ഇവർ ദുബായിൽ കുട്ടിയെ നോക്കാൻ വേണ്ടി 2021 2024 കാലഘട്ടം വരെ അവരവിടെ ജോലി ചെയ്ത സ്ത്രീയാണ്. അപ്പൊ അവിടെ ഇപ്പം ദുബായിലൊക്കെ അല്ലെ വിദേശ രാജ്യത്തൊക്കെ ജോലി ചെയ്യുന്നവരെ 8 മണിക്കൂർ അല്ലെ 12 മണിക്കൂർ ജോലിയും കഴിഞ്ഞാണ് വീട്ടിലെത്തുന്നത്. അവര് രാവിലെ കുട്ടിയെ ഏൽപ്പിച്ചിട്ട് പോയാൽ വൈകുന്നേരമായിരിക്കും അവർ തിരിച്ചു വരുന്നത്. അപ്പോൾ ഈ കുട്ടിയെ ഇതുപോലുള്ള ആൾക്കാരെയൊക്കെ ഏൽപ്പിച്ചിട്ട് വളരെ വിശ്വാസത്തിലായിരിക്കും അവർ പോകുന്നത്. ഇപ്പോൾ നമുക്ക് ഇതൊക്കെ വായിച്ചതിന് ശേഷം നമ്മൾ ഇവരെയൊക്കെ എന്ത് വിശ്വാസത്തിലാണ് എടുക്കുന്നത്? ജസ്റ്റ് നമ്മൾ ഇങ്ങനത്തെ ആൾക്കാരെയൊക്കെ എടുക്കുമ്പോൾ ചുറ്റുപാടുകളൊക്കെ ഒന്ന് അന്വേഷിക്കുക. ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ തീർച്ചയായിട്ടും അന്വേഷിക്കണം. എന്നിട്ട് മാത്രം നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലേക്ക് ജോലിക്ക് കൊണ്ടുപോകാൻ പാടുള്ളൂ. ഈ കുട്ടികളെയൊക്കെ ഇവരെ നേരത്തെ തൊട്ട് അവർ എന്തെങ്കിലുമൊക്കെ ഉപദ്രവിച്ച് കാണും. പക്ഷെ ഇപ്പോൾ ഇവർ പിടിയിലായെന്നേ ഉള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നേരത്തെ തൊട്ട് ഇവർ ചെയ്ത് വന്നേ പല നാൾ ചെയ്ത് ഒരു നാൾ പിടിക്കപ്പെടുമെന്നാണല്ലോ. അപ്പൊ അങ്ങനെ എങ്ങാണ്ട് ഇപ്പൊ പിടിച്ചിട്ടുണ്ട്. ഇവർക്കൊക്കെ എതിരെ കടുത്ത നിയമം കൊണ്ടുവരണം. ഒരിക്കലും ഇവരെയൊക്കെ ഒരു മനോവൈകല്യമാണ്, ഇവർക്ക് മാനസിക വിഭ്രാന്തി ഉണ്ട് എന്നും പറഞ്ഞ് ഈ കേസൊന്നും തള്ളാൻ പാടില്ല. കടുത്ത ശിക്ഷ കൊടുക്കണം. നമ്മൾ ആ കൊച്ചിന്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുക. 8 വയസ്സുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ച് അവൾ എന്തുമാത്രം വേദനകൾ അനുഭവിച്ചു കാണും. ആ കുഞ്ഞിന്റെ ഭാഗത്തു നിന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ അധികാരികൾ ഇതിനെതിരെ ശക്തമായ നിയമം കൊണ്ടുവന്ന് കടുത്ത ശിക്ഷ നൽകിയാൽ ഇനി ആർക്കും ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ തോന്നത്തില്ല. തീർച്ചയായിട്ടും ഇതിനെ മനോവൈകല്യം എന്നും പറഞ്ഞ് തള്ളരുത് എന്ന റിക്വസ്റ്റ് മാത്രമേ എനിക്കുള്ളൂ. താങ്ക് യു.